ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി നോക്കാം. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഡിന്നറായിട്ടും സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. കുറച്ച് ഹെവി ആയിട്ടാണ് ഈ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് സോഫ്റ്റ് ആയിട്ട് വേണം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഏത് മസാലയിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം. പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ്, അതുപോലെ തന്നെ മോസറല്ല ചീസ്, പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് കുറച്ച് എടുക്കുക. ഇനി ഇതുപോലെ ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അതും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തക്കാളിയാണ് കുറച്ച് റൗണ്ടിൽ കനം കുറച്ചിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് ഡൈനാമിക് സോസും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സോസ് അല്ലാന്നുണ്ടെങ്കിൽ സാധാ മയോണൈസ് ആയാലും കുഴപ്പമില്ല. ഇനിയിവിടെ ഞാനിതാ കുറച്ച് ചപ്പാത്തിയും ഇതുപോലെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക. ഇനി നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഏത് രീതിക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് റോൾ ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം ഈ ഒരു ചപ്പാത്തി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 രീതിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം ഇതുപോലെ ഒരു ചപ്പാത്തി ഇതുപോലെ എടുത്തിട്ട് സെൻറ്ററിൽ ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ഓരോ ഭാഗത്തേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക. അങ്ങനെ നമുക്ക് ഓരോ ലെയറായിട്ട് കിട്ടും. അങ്ങനെയല്ല ചപ്പാത്തി ഇതുപോലെ നമുക്കൊന്ന് ചെയ്തിട്ട് ഇങ്ങനെ റെഡിയാക്കി വെച്ച് ഇതുപോലെ ഇങ്ങനെ ഒരു പാക്കാക്കി അങ്ങനെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഓരോ ചപ്പാത്തിയിലേക്ക് ഓരോ ഫില്ലിംഗ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചപ്പാത്തി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫില്ല് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്തെടുത്തിട്ട് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ റോൾ ചെയ്തിട്ടും റെഡിയാക്കുന്നുണ്ട്. ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെയും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മളിങ്ങനെ മടക്കി എടുക്കുമ്പോൾ ഓരോ പോർഷനായിട്ട് കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഓരോ ഇതിലും ഓരോന്നായിട്ട് നിറച്ച് കൊടുക്കുക. മയോണൈസും അതുപോലെ തന്നെ ആ ഒരു സോസും ഒന്നിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. മറ്റൊരു ഭാഗത്ത് ക്യാരറ്റും പിന്നെ തക്കാളിയും പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഒരു സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ ആ ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചീസും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിങ്ങനെ ഫില്ലാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ നമുക്ക് നല്ല നീറ്റായിട്ട് മടക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സാധാരണ റോൾ ചെയ്തെടുക്കുന്ന പോലെ കേട്ടോ, അങ്ങനെയും ചെയ്തെടുത്തിട്ടുണ്ട്. സെൻട്രലായിട്ട് എല്ലാം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി ഇത് ഇങ്ങനെ കഴിക്കണമെങ്കിൽ ഇങ്ങനെ കഴിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ട് അങ്ങനെയും കഴിക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെയും കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ച് റെസിപ്പിയും കൂടി ആകുമ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. ഇത് കുറച്ച് ഹെവി ആയിട്ടാണ് നമുക്കൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഒരെണ്ണം കഴിച്ചാൽ തന്നെ അത്യാവശ്യം വയറ് നിറയെ നമുക്ക് സ്നാക്സ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് സ്പെഷ്യലായിട്ടും കൂടി ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ ഈസിയായിട്ടുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്